എല്ലാ ജീവിക്കും ആ ജീവിക്ക് കഴിക്കേണ്ട ഭക്ഷണം എന്താണെന്ന് കൃത്യമായിട്ട് അറിയാലോ. പശു പോയിട്ട് പുല്ല് തിന്നുമ്പോൾ ഏത് പുല്ല് തിന്നണം ഏത് പുല്ല് തിന്നണ്ടെന്ന് കൃത്യമായിട്ട് അറിയാം പശുവിന്. എല്ലാ ജീവിക്കും അറിയാം. അങ്ങനെ നമ്മൾ മനസ്സിലാക്കി എടുത്ത കാര്യമാണ് പന്നി. ഇതൊക്കെ നമ്മുടെ ജീനോമിൽ കോഡ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ എന്താ തിന്നണ്ടേന്ന്. സകലമാന ജീവി കുഞ്ഞു കുട്ടികൾ തീട്ടം തിന്നു. നമ്മളൊക്കെ ചെറുപ്പത്തിൽ സൗസറിടാണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ പയറും കടലൊക്കെ തിന്നിട്ട് തിരിഞ്ഞ് ഇതിന്റെ കുട്ടികൾ തീട്ടുന്ന കണ്ടിട്ടില്ലേ? ഞാനും തിന്നിട്ടുണ്ട് 2 കഷ്ണം. അടിസ്ഥാനപരമായി മനുഷ്യനെ മനസ്സിലാക്കുന്നിടത്ത് തന്നെ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് സുഹൃത്ത് ജീനോമിന്റെ കാര്യമൊക്കെ പറഞ്ഞത്. മറ്റു പല മൃഗങ്ങളെയും പോലെയല്ല മനുഷ്യൻ. നേരത്തെ പറഞ്ഞല്ലോ, പശുവിന് പുല്ല് തിന്നും, അല്ലെങ്കിൽ ഒരു പശുക്കുട്ടി പെട്ടെന്ന് തന്നെ അതിന് വേണ്ട എന്താണെന്നുള്ളവർക്ക് അതിനനുസരിച്ച് അത് ജീവിച്ചു പോകും. എല്ലാവരും അവരുടെ പ്രകൃതം അനുസരിച്ച് ജീവിച്ചു പോകും. പക്ഷേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നേച്ചർ മാത്രമല്ല നേച്ചറും പ്രധാനമാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സുഹൃത്ത് പിന്നെ കാഷ്ടം തിന്നത്. കാരണം ഒരു മനുഷ്യക്കുട്ടിയുടെ മുമ്പിൽ അവൻ്റെ കാഷ്ടവും അവൻ്റെ ഭക്ഷണവും വെച്ചാൽ അത് രണ്ടും അവൻ കഴിച്ചു എന്ന് വരും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അവിടെ ഇന്നത് കഴിക്കാൻ പാടില്ല, ഇന്നത് കഴിക്കേണ്ടതാണ് എന്ന ഒരു ഗൈഡൻസ് അവൻ ആവശ്യമാണ്. അല്ലെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്ത് ചെയ്തതുപോലെ ഈ മലം തിന്ന് ജീവിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയല്ല മോനെ, അങ്ങനെ അത് തിന്നേണ്ടതല്ല, ഇത് തിന്നേണ്ടതാണ്. ഇന്നത് ശരിയല്ല, ഇന്നത് തെറ്റാണ്, ഇന്നത് ചെയ്യാൻ പാടുള്ളതാണ്, ഇന്നത് ചെയ്താൽ നല്ലതാണ്, പാവപ്പെട്ടവരെ സഹായിക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് തിന്മയാണ്. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ എന്ത് ചെയ്യണം? മനുഷ്യന് പഠിപ്പിച്ചു കൊടുക്കണം. അതാണ് നേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് സാമൂഹികമായി ഒരുപാട് തരത്തിലുള്ള സംവിധാനങ്ങൾ അതിനുണ്ട്. അതിനൊക്കെ അപ്പുറത്ത് ഏറ്റവും നല്ല നേച്ചർ, ഏറ്റവും മികച്ച ഗൈഡൻസ് നമ്മെ സൃഷ്ടിച്ച, നമ്മളെ ഏറ്റവും കൂടുതൽ അറിയുന്ന പടച്ചവനാണ് തരാൻ സാധിക്കുക. ഇതാണ് മതം പറയുന്നത്.